ഒരിക്കലും മോശമാവില്ല നമുക്ക് ഉറപ്പാണ്. അതായത് ടോപ്പ് നോച്ച് വർക്കായിട്ട് എല്ലാം അങ്ങനെയല്ല. ബട്ട് വിഷ്ണു വിജയ് ഇസ് എ ഗ്യാരണ്ടി. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. ഒരുപാട് സോങ്സ് ഒന്നും കുത്തിക്കയറ്റി അങ്ങനെയൊന്നുമില്ല. ആ 1-2 സോങ്സ് ആണ്. അതെന്നെ എല്ലാവർക്കും നമസ്കാരം. അശ്വന്ത് കോക്ക് ഇവനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറെ പേരൊക്കെ പറയുന്നു ഇവൻ പെയ്ഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്, പൈസ വാങ്ങിയിട്ടാണ് ഇവൻ റിവ്യൂ ചെയ്യുന്നത്. കാരണം ചില പടങ്ങൾ മാത്രം, അതായത് ആർക്കും ഇഷ്ടപ്പെടാത്ത പടങ്ങളെ ഇവൻ നല്ലതെന്നും പറയും, എന്നാൽ നല്ലതായിട്ടുള്ള പടങ്ങളെ ഇവൻ ഗുണച്ച പടമെന്നും പറയും എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. ഇവൻ പൈസ വാങ്ങിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇവൻ പൈസ വാങ്ങിയിട്ടാണ് സിനിമ റിവ്യൂ ചെയ്യുന്നതെന്ന്? ഓക്കെ, ഞാൻ എന്തായാലും അതിന് എന്നാൽ കഴിയുന്ന രീതിയിലൊരു ക്ലാരിറ്റി തരാം. പിന്നെ ഞാനൊരു കാര്യം പറയാം. മുന്നേയൊക്കെ എനിക്ക് ഇവൻ്റെ റിവ്യൂ ഇഷ്ടമായിരുന്നു. ചില വേഷങ്ങളൊക്കെ കെട്ടിന്ന് വന്നിരുന്ന് കാണിക്കുന്നതൊക്കെ കാണാൻ കൊള്ളാം, നല്ല സൗണ്ടൊക്കെ ആയിരുന്നു ഒരു ഇയർ ബാക്ക് ഒക്കെ. പിന്നെ ഞാൻ ഇവൻ്റെ റിവ്യൂ ഒന്നും കാണാറില്ല. എൻ്റെ റീസൺ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പലപ്പോഴും ഇവൻ ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ട സിനിമ ഇവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മളൊരു റിവ്യൂ കാണുന്ന ഒരു പടം കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ നോക്കാനാണല്ലോ. പിന്നെ അവൻ്റെ വ്യൂ പോയിന്റ് അല്ല നമ്മുടെ വ്യൂ പോയിന്റ്. അവന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അവന് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അവൻ്റെ കണ്ടന്റ് ചെയ്യുന്നു. നമ്മൾ അവന്മാരെ റിവ്യൂ നോക്കി സിനിമ കാണാൻ നിൽക്കാതിരിക്കുക. നമുക്ക് കാണണമെന്ന് തോന്നിയാൽ പോയി കാണുക. ഇതേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉയർന്നു വരുന്നൊരു സാധനമാണ് ഇവൻ ഈ പറയുന്ന പോലെ പെയ്ഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അതിരടി പടത്തിന് പൈസ വാങ്ങിയിട്ടാണ് ഇവൻ റിവ്യൂ ചെയ്തത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ പറ്റിയിട്ട് നോക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ അത് വേറെയാണ്. അത് നിനക്കിട്ട് 2 കൊട്ട് തന്നില്ല എനിക്ക് സമാധാനം കിട്ടത്തില്ല. കേട്ടപ്പോൾ തന്നെ ഒരു ചൊറിഞ്ഞു വന്നു. നീ ആരേടാ? നീ അത്രയ്ക്ക് കിടിലമാണെങ്കിൽ നീ ഒരു രക്ഷകനായിട്ടുള്ള ഒരു പടം എടുത്ത് കാണിക്കും. കാണിച്ചിട്ട് നീ രക്ഷകൻ എടുക്കണേ. നീ ഒരു റൊമാൻറ്റിക് മൂവിയുടെ ഒരു റൊമാൻറ്റിക് മൂവിയെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് നീ ഒന്ന് കാണിക്കും. നിന്റെ ഈ കല്ലിലിട്ട് ഉറച്ച സൗണ്ട് കൊണ്ട് ഒരുത്തനും പടത്തിന് പോലും എടുക്കത്തില്ല. ഒരു തേങ്ങയും അറിയത്തില്ല എന്ന് അവൻ പറയാനായിട്ട് കഴിഞ്ഞ് ഇവൻ ഇപ്പം ബാഹുബലി 3 എടുത്ത് കളയും. ആ സെറ്റപ്പിലാണ് ഇവൻ്റെ സംസാരം കേട്ടത് ചില സമയം എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു മാതിരി കുറച്ച് വർത്താനവനുണ്ട്. ഇവൻ റിവ്യൂ കിങ് എന്നുള്ളൊരു വിചാരം, ഒരു ചിന്താഗതി, ഒരു തോട്ടൊക്കെ ഉണ്ട്. അതത്ര നല്ലതല്ല. എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഞാൻ ആദ്യം കൊടുക്കാം. ഈ ട്രോൾ വീഡിയോ ആണ് ഉടലെടുപ്പ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ആദ്യം ആ ട്രോൾ ഒന്ന് കാണാം. പിന്നെ പേഴ്സണലി ഐ ഹാഡ് റൊമാൻസ്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എനിക്ക് പേഴ്സണലി ഇതൊരു ഒരു കിഡിൽ എന്റർടൈൻമെന്റ് ആണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഈ കമന്റുകൾ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് വായിച്ചു നോക്ക്. വേറെ ഒന്നല്ലേ, ഇവൻ പൈസ വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്തത്. അതിനിടെ ഇവൻ പൊക്കി പറഞ്ഞത് പൈസ വാങ്ങിയിട്ടാണ്. കണ്ടിരിക്കാൻ പടം ഭയങ്കര ബ്രഹ്മാണ്ഡ ചിത്രം എന്നല്ല, കണ്ടിരിക്കാം. കോമഡിയൊക്കെ ഉണ്ട്, കണ്ടിരുന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങ് പോവാം. അല്ലാതെ ഇവൻ ഈ പറയുന്ന കേട്ടും കൊണ്ട് നാട്ടുകാർ പോയി കാണുകയും അവസാനം അവർക്കാർക്കും അത്രയും ഇവൻ പറഞ്ഞോ അത്രയത്തോളം അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി ഇവൻ പൈസ വാങ്ങിയിട്ടാണെന്ന്. പൈസ വാങ്ങിയോ ഇല്ലേ എന്നതല്ല ഇവിടുത്തെ മാറ്റർ. അതിപ്പം അവൻ്റെ വ്യൂ പോയിന്റിൽ അവൻ പറഞ്ഞതാവാം. മേ ബി ചിലപ്പോൾ ഇനി അവൻ പൈസ വാങ്ങിയിട്ട് പറഞ്ഞതാവാം. എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഇവൻ്റെ ഒരു ചൊറ വർത്തമാനമുണ്ട്, നമുക്ക് അതിലോട്ട് വരാം. നമ്മൾ ബബ്ബ സിനിമ കണ്ട സമയത്ത് സീറോ ലോജിക് എന്ന് പറഞ്ഞില്ല, അതുപോലെയൊക്കെ ഇരുന്ന് കാണാം. അല്ലാണ്ട് വേറെ ഭയങ്കര സംഭവം ഒന്നുമില്ല. സീറോ ലോജിക്കായിട്ടിരുന്ന് കണ്ട അടിപൊളിയായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ട് വീടുകളിൽ പോവാം. അത്രേ ഉള്ളൂ. കുറേ കോമഡികളും വളുപ്പുകളും ഇങ്ങനെയൊക്കെയാണ്. കൊള്ളാം ആ ഒരു സെറ്റപ്പ്. പക്ഷേ ഇവൻ അടിച്ചങ്ങ് പൊക്കി വിടുകയാണ്. ഇത് പൊക്കി വിടുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ റീസൺ നല്ല പടങ്ങളെല്ലാം കൂറ എന്ന് പറയും, കൂറപ്പടങ്ങളെല്ലാം അടിപൊളി ബ്രഹ്മാണ്ഡ ചിത്രം എന്നുള്ള രീതിയിൽ സംസാരിക്കും. അത് കാണുമ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നുമ്പോൾ പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താ പറ്റിയൊന്നും ഒരു പിടിയില്ല സാറേ. എനിക്ക് ജീവിക്കണം, അതിന് കാശാണ് ആവശ്യം. എന്ത് വൃത്തികെട്ട മാർഗം ഞാൻ സ്വീകരിക്കണം. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂസ് മൊത്തം ഇതിന്റെ റിവ്യൂ രാത്രി പറഞ്ഞല്ലോ, എത്ര ലേറ്റ് ആയാലും പറഞ്ഞല്ലോ. അതൊരു മാത്ര വർത്തമാനമല്ലേ. ഞാൻ ഉൾപ്പെടുന്ന റിവ്യൂസ് എത്ര ലേറ്റ് ആയാലും ഇതിന്റെ റിവ്യൂ പറഞ്ഞല്ലോ. ആരുടെ നീക്ക് ആര്? സത്യം പറഞ്ഞാൽ നീക്ക് ആരാണ്? ഒരു യൂട്യൂബ് ചാനലും 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നീക്ക് വലിയ കൊണാൻഡറുകളാവും. അങ്ങനെയാണെങ്കിൽ ഞാനും വലിയ കൊണാൻഡർ ആവണമല്ലോ.
എനിക്ക് കൊണ്ടാ വ്യൂസും ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഒന്നും മറ്റേ വലിയ ഗുണമുണ്ടോ? ഞാൻ പറയുന്നതൊന്നും ശരിയാണെന്ന് ഞാൻ ഒരെണ്ണം വാദിക്കാനൊന്നും നിന്നിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ച് പറയാം. അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ തെറ്റായിരിക്കും. ഇതൊന്ന് പറയുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടുന്ന റിവ്യൂസ് ആണെങ്കിൽ രാത്രി ലേറ്റ് ആയാലും റിവ്യൂ പറഞ്ഞിട്ടില്ല. പോയി നീ ആരടാ റിവ്യൂ പറയാൻ? നീ ആര് റിവ്യൂ പറയാനായിട്ട്? നീ വലിയ പുള്ളിയാ. പിന്നെ കൊണവണമെന്ന് വന്നിരുന്ന് കണവണമെന്ന് എല്ലാം പറഞ്ഞിട്ട് അവസാനം റിവ്യൂ പോലും. എൻ്റെ റിവ്യൂ അങ്ങനെയാണ് എനിക്കും അറിയാം. ഞാൻ നാളെ പോലെ ഞാനും ഓരോ പടം കണ്ടിട്ട് എടുത്ത് വെച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായി റിവ്യൂവർ. ഈ കമൻറ്റിൽ നിന്ന് ഓരോരുത്തരും എടുത്ത് വെച്ച് പടത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായി റിവ്യൂവേഴ്സ്. ഭയങ്കര ഇവന്മാരെ പോലെ ഉള്ളവന്മാർ സപ്പോർട്ട് ചെയ്ത് വിടുമ്പോൾ ഇവന്മാർക്ക് കുറേ കഴിയുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവന്മാർ എന്തോ എന്നുള്ളൊരു തോന്നൽ വരും. അതാണ് ഇവൻ്റെയൊക്കെ ഒരു വൃത്തികെട്ട. ഞാനൊന്നും പറയാനില്ല. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. ബാക്കി മൊത്തം ഇതൊരു കളർഫുൾ ആയിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ഓക്കെ, മൊത്തം കളർഫുൾ പടം എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ എന്തായാലും ഇവൻ്റെ അതിരടി റിവ്യൂ ആദ്യം ഒന്ന് കൊടുക്കാം. ഇവൻ പറയുന്നത് കേട്ടോക്കാം, കുറച്ച് കേട്ടോക്കാം കേട്ടോ. ഇവൻ്റെ കുറച്ച് കൊണയടി കേട്ടിട്ട്. ഡയറക്ടർ അരുൺ അനിരുദ്ധൻ, പ്രൊഡ്യൂസേഴ്സ് ഡോക്ടർ അനന്തു സൈലം, അതുപോലെ തന്നെ ബേസിൽ ജോസഫ്. കോ പ്രൊഡ്യൂസേഴ്സായിട്ട് ടോവിനോ തോമസ് ഉണ്ട്, സമീർ താഹിർ ഉണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള അരുണൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒപ്പം പോൾസൻസ് അറിയാം. പിന്നെ എടുത്തു പറയുന്നത് സാമുവൽ ഹെൻറിന്റെ DOP. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് വൻ കാനോപ്പിഡ് സാധനങ്ങളുണ്ട്. ഫുൾ ഓഫ് ക്രൗഡ്. മറ്റേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടല്ലോ ലൂസിഫറില്, നിറച്ച ആൾക്കാരാണ്. നിറച്ച ആൾക്കാരാണ്. അത്രയും ക്രൗഡിനെ വെച്ചിട്ട് ഇദ്ദേഹം ഈ സാമുവൽ ഹെൻറി ചെയ്തിരിക്കുന്ന പരിപാടി അതും വെറും ഫ്ലാറ്റ് ആയിട്ട് ഒന്നും ഇട്ടിരിക്കുന്നത്. കളർഫുൾ ആയിട്ട് ഭയങ്കര ഇസ്തറ്റിക് കാണാൻ തന്നെ ഭയങ്കര രസം. അതിന്റെ കളർ കോൺട്രാസ്റ്റും അതിന്റെ കോമ്പിനേഷൻസും മൊത്തം പാക്കേജും ലൈറ്റിംഗ് മൊത്തം നൈറ്റ് ഷോസും എല്ലാം വെച്ചാൽ നൈറ്റ് ഷോസ് മാത്രമല്ല, പിന്നെ ഡേയും ഉണ്ട്. അത് ഫുൾ ഔട്ട്ഡോർ. ഇവന് ഹോൾ ഈ ഒരു റിവ്യൂവിൽ പൊക്കി അടിക്കുന്നുണ്ട്. ഞാൻ കമന്റ് ബോക്സ് ആദ്യം ഒന്ന് വായിക്കാം. പോസിറ്റീവ് ടൊവിനോ ക്യാമിയോ, നെഗറ്റീവ് ഹോൾ മൂവി, പെയ്ഡ് റിവ്യൂസ് ഓൾ ഓവർ ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ. വെൽ ഡൺ ഡോക്ടർ അനന്തു. പാട്രിയോട്ട് അണ്ണനെ വേണ്ട പോലെ കണ്ടിരുന്നു എങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. അതെ, പാട്രിയോട്ടിനെ വലിച്ചേറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പാട്രിയോട്ട് ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ലെങ്കിലും കണ്ടിരിക്കുകയാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ ഈ റിവ്യൂ പറയാനൊന്നും വലുതായിട്ട് നിൽക്കത്തില്ല. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും. ആ ഒരു സെറ്റപ്പാണ്. പിന്നെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലുതായിട്ട് നമ്മൾ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് കുളം തൊണ്ടാനിട്ടില്ല. പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ്, എന്ത് പറയണം പറയണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോക്കൊക്കെ വന്നിട്ട് നാട്ടുകാർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന പടത്തിന് ഇവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും സ്വാഭാവികമായിട്ടും. ഈ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത പടം ഇവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഒബ്വിയസ്ലി അവർ ചിന്തിക്കും ഇവൻ പൈസ വാങ്ങിയിട്ടാണോ റിവ്യൂ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവൻ വാങ്ങിയോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ കമൻസ് വായിക്കാം. കോക്കണ്ണന് വയ്യ അവാർഡ് കൊടുത്ത കമൻറ്റ് ബോക്സിന്. ചേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് പടം കണ്ടു, എത്ര കാശ് കിട്ടി ചേട്ടാ ഇങ്ങനെ റിവ്യൂ ഇടാൻ? എത്ര ബുദ്ധിമുട്ടാണ് ഇയാൾ പെയ്ഡ് റിവ്യൂ പറയുന്നത്? നിങ്ങൾക്ക് എന്തേ വയ്യേ? റൊമാൻസിന് ശേഷം പൈസ വാങ്ങി വീണ്ടും റിവ്യൂ ചെയ്യുന്നു. കമന്റ് ബോക്സ് പൊങ്കാല. അവാർഡ് കോക്കണ്ണന്. മൂവി ബഡ്ജറ്റ് 12 കോടി, പെയ്ഡ് പ്രൊമോഷൻ ബഡ്ജറ്റ് 5 കോടി. സൈലം ഓണർ നല്ല ക്യാഷ് എറിഞ്ഞിട്ടുണ്ട്. കറുപ്പ് സിനിമയുടെ റിവ്യൂ ഇടുമ്പോൾ ക്യാഷ് കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് ഒരു മസാല പടത്തെ അണ്ണൻ ഇന്ന് കീറി മുറിക്കുമല്ലേ? അണ്ണൻ വൈബ് ബ്രൊമാൻസ് ആയിരിക്കും. അണ്ണൻ്റെ അത് അയ്യോ എന്നാ കുറപ്പടാമെന്ന് ബ്രൊമാൻസ്. അണ്ണൻ്റെ ഫേസ് കണ്ടാൽ അറിയാം കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രം ദ മോസ്റ്റ് ട്രസ്റ്റഡ് റിവ്യൂവർ ഇൻ മലയാളം ടു മെഗാ വാണം റിവ്യൂവർ, ദ ഡൗൺഫോൾ ഓഫ് കോക്ക്. പെയ്ഡ് റിവ്യൂ എന്ന് തോന്നുന്നവർ ലൈക്ക്. എടേ നല്ല കമൻ്റ് ഒന്നും ഇല്ലേടേ, നിന്നെ പുകഴ്ത്തി പൈസ നല്ലോണം കിട്ടി നന്ദിയുണ്ടേ. അതിനിടയ്ക്ക് ആള് കയറാൻ കറുപ്പിനെ ചാമ്പും കോക്കണ്ണൻ. ഫോൺ പേയിൽ നിന്നും രൂപ ലഭിച്ചു നന്ദിയുണ്ടേ. ബിലോ ആവറേജ് മൂവി എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ തള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ റിവ്യൂ കണ്ട് മൂവിക്ക് കയറിയ ഡിസപ്പോയിൻറ്റഡ് ആവും. ടൊവിനോ പക്ക മിസ്കാസ്റ്റ്. ടൊവിനോ 5 പൈസക്ക് സ്റ്റാഗില്ല. അതൊക്കെ ഓരോരുത്തർ ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ പണം വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഹൈപ്പ് കൊടുത്ത ഹൈപ്പിൻ്റെ അത്രയും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ വന്നിട്ട് പൊക്കി അടിക്കുന്നു, എന്നിട്ട് കറുപ്പിനെ വന്നിട്ട് താഴ്ത്തി അടിക്കുന്നു. ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് തോന്നി. ഒബ്വിയസ്ലി ഡൗട്ട് തോന്നിയത് ഞാൻ കുറ്റം പറയത്തില്ല. അതും ഒട്ടുമിക്ക ആൾക്കാർ ഇവൻ പൈസ വാങ്ങിയെന്നുള്ളൊരിതായി. ഇവൻ പൈസ വാങ്ങിയൊന്നും ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നാട്ടുകാർക്ക് ഇതിപ്പം ഉണ്ണി വ്ളോഗ്സിൻ്റെ ആ ഒരു സെറ്റപ്പിലോട്ട് പോയിട്ടുണ്ട്. സാധാരണ അവനാണ് എനിക്ക് ഈ ഗതിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പടമൊന്നും അവന് ഇഷ്ടപ്പെടില്ല, അവന് ഇഷ്ടപ്പെടുന്ന പടമൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അതേ ഒരു ട്രാക്കിലോട്ട് കോക്കും മാറുന്നുണ്ട്. ഫസ്റ്റ് ടൈം അണ്ണൻ്റെ റിവ്യൂ കണ്ട് ടിക്കറ്റ് എടുത്ത് പണി കിട്ടിയത്. ഓണസ്റ്റ്ലി ഫെൽറ്റ് ലൈക്ക് എ ബിലോ ആവറേജ് ഫ്ലിക്ക്. വളരെ കഷ്ടപ്പെട്ട് പോസിറ്റീവ് റിവ്യൂ ചെയ്യുന്ന പോലെ. അണ്ണൻ്റെ മുഖത്ത് തന്നെ ഒരു കളലക്ഷണം. എത്ര കിട്ടി അണ്ണ? ഒരു തല്ലിപ്പൊളി പടത്തിന് വെള്ളം പൂച്ചാൻ എത്ര മേടിച്ച്? ആറ്റിലെ റിവ്യൂ ആയിപ്പോയി. ആദ്യമായി
ആണ് ഇതുപോലെ കമന്റ് ബോക്സ് അണ്ണനെതിരെ നിൽക്കുന്നത്. അണ്ണൻ നുണ പറയുമ്പോൾ അറിയുന്നുണ്ട് അണ്ണൻ ഇത് ചേരില്ല. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കി അടിക്കുന്നുണ്ട്. എവിടെയോട്ട് ഡൗട്ട് ആൾക്കാർക്ക് തോന്നിയാൽ അതിശയൊന്നും തോന്നുന്നില്ല. കുറച്ചുകൂടി കണ്ടു നോക്കാം. സിനിമ ക്യാമ്പസ് ആണെങ്കിൽ ക്ലാസ് റൂം ഒന്നും കാണിക്കുന്ന പോലുമില്ല. അത്രയും വൈഡ് സാധനങ്ങൾ വാൻ പരിപാടിയിൽ കവർ വെച്ചിട്ട് നമുക്ക് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ ചമച്ചാക്കൊണ്ട് പിന്നെ ഇട്ടിട്ട് നോക്കണ്ട തിരികെപ്പെടല്ല. അത് സെറ്റാണ്. ചമച്ചാക്കോടെ പേരുണ്ട് എഡിറ്റിംഗ് സെറ്റാണ്. അത്രയും പടങ്ങൾ കണ്ടിട്ടുള്ള വെച്ചിട്ട് പറയാം. വൺ എഡിറ്റിംഗ് അതായത് ഓക്കെ, പൊക്കി അടിക്കുന്നുണ്ട്. ഇവൻ പൊക്കി അടിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ അവൻ്റെ റിവ്യൂസ് ഒന്നും കാണാറില്ല. ഞാൻ ഒറ്റ റിവ്യൂ എൻ്റെ ഒരെണ്ണത്തിൽ പോലും ജോബ് പഠിച്ചിട്ടില്ല. ഞാൻ കാണാറില്ല. കുറേ കാലം കൊണ്ട് അവൻ്റെ റിവ്യൂസ് ഒന്നും ഞാൻ കാണാറില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രോൾ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നത്. നോക്കിയപ്പോൾ അണ്ണ അതിരടിയെ പൊക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. കറുപ്പിനെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. കറുപ്പിൻ്റെ റിവ്യൂലോട്ട് പോകാം. അവിടെ ഇവ ഒരു കുണച്ച വർത്താനം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് കൊടുക്കാം. കറുപ്പ് നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ അണ്ണന്റെ കറുപ്പ് ഡയറക്ടർ ക്രോസ്ടോക്ക് ബാലാജി അഥവാ ആർച്ചി ബാലാജി. ഇതിന്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സായ ഭയങ്കർ ആണ്. കിട്ലൻ വർക്ക് അമേസിങ്. അതായത് ഇസ് ഗോണ ബി നെക്സ്റ്റ് ബിഗ് തിങ്. ഓൾറെഡി ബിഗ് തിങ് ആണ്. ഒരു അനിരുദ്ധ് GVP ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം സിഗ്നേച്ചറാണ്. അതായത് പുള്ളിയുടെ സ്കോറായി കഴിഞ്ഞാൽ സോങ്സ് ആയി കഴിഞ്ഞാൽ കേട്ടാൽ അപ്പം മനസ്സിലാവും അത് സായിയാണ് ചെയ്തത്. അതുപോലത്തെ കിട്ടില്ല വർക്ക്. പക്ഷേ പടം നമ്മുടെ വിജയ് എണ്ണ CM ആയിട്ട് പോയല്ലോ, സിനിമ നിർത്തി പോയല്ലോ. ഒരു രക്ഷകൻ ആയിട്ടാണ് ഇവിടെ നമ്മുടെ സൂര്യ അണ്ണൻ ആ റോള് ഏറ്റെടുത്തിരിക്കുകയാണ്. അതെന്താണോ നിനക്ക് വിജയ് ഇത്ര പുച്ഛം? രക്ഷകനായിട്ടുള്ള റോള് നീ വെല്ലുവിളിക്കുകയാണ്. നീ ചെയ്ത് കാണിക്കും. ഒരു രക്ഷകനായിട്ടുള്ള റോള് ചോണയുണ്ടെങ്കിൽ നീ ഒരെണ്ണം ചെയ്ത് കാണിക്കും. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. അത്രയ്ക്ക് നീ ഭയങ്കര സെറ്റപ്പാണെങ്കിൽ നീ വന്നിരുന്ന് കുണയ്ക്കുന്നുണ്ടല്ലോ. ഏത് വിജയ് രക്ഷകനായിട്ടുള്ള റോള് നീ ആരാണെന്നാടാ നിന്റെ വിചാരം? എന്ത് വിജയ് രക്ഷകനായിട്ടുള്ള റോള് ചെയ്താൽ നിനക്ക് എന്ത് അത്ര ചൊറിയണം? എടാ, അങ്ങേര് ചെയ്യുന്ന പോലത്തെ ഒരു പടം നിനക്ക് ചെയ്യാൻ പറ്റുമോ? എന്തിന്? നിനക്ക് മഞ്ചാടി പോലത്തെ ഒരു കാർട്ടൂൺ എടുക്കാൻ പറ്റുമോടാ? നീ വലിയ വായത്താളം അടിക്കുന്നുണ്ടല്ലോ. എനിക്കിത് കേട്ടപ്പോഴാണ് ചൊറിഞ്ഞു വന്നത്. രക്ഷകൻ പോലും അങ്ങേര് പടങ്ങളിൽ രക്ഷകനായിട്ട് അഭിനയിച്ച് അവസാനം ജീവിതത്തിൽ CM ആയിട്ട് രക്ഷകനായിട്ട് മാറിയിട്ടുണ്ട്. നിനക്ക് ഇതിൻ്റെ 7 അയലത്ത് എവിടെയെങ്കിലും വാലിലും തുമ്പിലും എത്താൻ പറ്റുമോ? നീ ആരാന്നാടാ നിന്റെ വിചാരം? നീ മറ്റേ കൊണാൻഡറാണ്, മറ്റേ റിവ്യൂവിൻ്റെ മറ്റേ പീക്ക് ലെവലാണ്. നീ ഒരു തേങ്ങയുമില്ല. നീ ഒരു ഉണ്ണി വ്ളോഗ്സ് 2.0 വെർഷൻ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നീ ഒരു തേങ്ങയുമില്ല. നിന്റെയൊക്കെ പറച്ചിലും വിചാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീയൊക്കെ മറ്റേ കൊമ്പത്തിരിക്കണം മറ്റേ കോലാണ്ടികളെന്നാണ് നിന്റെയൊക്കെ വിചാരം. വിജയ് രക്ഷകൻ അത് നികത്താൻ CM ആയിട്ട് വിജയ് പോയതുകൊണ്ട് അടുത്തവൻ വന്നിരിക്കുന്നു സൂര്യ രക്ഷകനായിട്ട്. എന്തുവാടാ രക്ഷകനായിട്ടുള്ള പടം ചെയ്താൽ എന്ത് നിനക്കൊന്നും പിടിക്കത്തില്ല? ഏതെല്ലാം മൂവിയിലും ഒരു രക്ഷകൻ സാധനം വരുന്നുണ്ട്. അവസാനം കൺക്ലൂഷനിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നിന്നൊക്കെ സേഫാക്കി രക്ഷിച്ച് ദി എൻഡ് വരാറുണ്ട്. അതാണ് നിനക്ക് രക്ഷകനായ ഇത്ര കുഴപ്പം കടിക്കണം. നിനക്ക് കഴപ്പാ, നിനക്ക് കടിക്കണടാ. നിന്റെ പാർച്ചിലായിട്ട് കഴിഞ്ഞാൽ നീ മറ്റേ വലിയ കൊണാൻഡർ പോലാണല്ലോ നിന്റെ സംസാരം. നീ അങ്ങനെ മറ്റേ റിവ്യൂവിൻ്റെ കിങ് ഓഫ് ദ റിവ്യൂ വിജയ് രക്ഷകനായ അവന് ചൊറി. ഞാൻ ഈ ഒരൊറ്റ പോയിന്റ് കേട്ടപ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വന്ന് ഞാൻ നിന്റെ ഈ വീഡിയോ എടുത്ത് ചെയ്തത്. നിന്നെ ചുമ്മാ അല്ല നാട്ടുകാർ പേടി റിവ്യൂ എന്ന് പറയുന്നത്. വിജയ് രക്ഷകനായ അവന് കുഴപ്പം. ഇവൻ മറ്റേ കൊണാൻഡർ ഉണ്ടംപൊരി നീ ഏച്ചു പോടാ. ചുമ്മാ അല്ല നാട്ടുകാർ മൊത്തം എടുത്തിട്ട് പൊങ്കാലിടുന്നത്. പെയ്ഡ് റിവ്യൂ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തത്. നിനക്കെതിരെ എനിക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടില്ല. ഊളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് കൊണകൊണ്ടാണ് പറയുന്നത്. കറുപ്പ്, അതായത് ഈ കറുപ്പെണ്ണൻ അങ്ങ് രക്ഷിക്കുക ആൾക്കാരെയൊക്കെ. അപ്പൊ ഇതൊരു സൂപ്പർ പവർ ഉള്ള ദൈവം. അതാണ് ഈ കറുപ്പ് സ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. കോർട്ടും സീൻസ് കേസസ് അപ്പം വക്കീലന്മാർ കാണിക്കുന്ന ടൈപ്പുകൾ ആൾക്കാരെ പാവങ്ങളെ പറ്റി പൈസ ഉണ്ടാക്കുന്നത്, ബിരിയാണി കഴിക്കുന്നത്, പൈസ അടിക്കുന്നത്, അതിന്റെ പേരിൽ അവർ കാണിക്കുന്ന മറ്റേ പോസിറ്റീവ്സ് മാഫിയ ഗാങ്. അവിടെ നിൽക്കട്ടെ, നിന്റെ ഗുണം മതി. നിന്റെ ഗുണമായിട്ടിട്ട് എനിക്ക് തന്നെ ഗുണമൊക്കെയാണ്. അശ്വന്ത് കോക്ക് ഫീൽഡ് ഔട്ട് ബട്ടൺ 7K ലൈക്ക് സന്തോഷം. അതിൻ്റെ താഴെയുള്ള കമൻസ് നോക്കട്ടെ. ഓക്കെ, ഫാർ ബെറ്റർ ദാൻ അതിരടി. അതിന് അവൻ ബോക്സ് ബ്രോമാൻസ് കിടുവെന്ന് പറഞ്ഞവനാണ്. ഇവനെ എത്രയേ ഉള്ളൂ നിലവാരം. കോക്ക് ഫീൽഡ് ഔട്ട് ബട്ടൺ, കമന്റ് ബോക്സ് വൂക്ക് ബോക്സ്, അതിരടിയേക്കാളും കൊള്ളാൻ കറുപ്പ്, കോക്കണ്ണൻ ആറാട്ടണ്ണനെ പോലെ ഫീൽഡ് ഔട്ടായി, കമന്റ് ബോക്സ് തൂക്കി. അതെ, ഒരു അവരാധിച്ച റിവ്യൂ പ്രതീക്ഷിച്ചിരുന്നു. ഇത് അതുപോലെ തന്നെ ഇനി കോക്കണ്ണൻ്റെ തിരിച്ചു വരവ് വേണമെങ്കിൽ സാക്ഷാൽ മാത്യുവിൻ്റെ ഫിലിം വരണം. അശ്വന്ത് ഗുണമിട കമന്റ് ബോക്സ് വൂക്ക് ബോക്സ്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കോക്ക് വീണ്ടും എയറിൽ കയറി. കോക്കിന് പൊങ്ങി വരണമെങ്കിൽ മാത്യുവിൻ്റെ ബ്രോമൻസ് പോലെ പടങ്ങൾ വരണം. അതെ, ഫീൽഡ് ഔട്ട് അണ്ണൻ കാശ് വാങ്ങിയത് റിവ്യൂ ചെയ്യാൻ മാത്രമല്ല ഡീഗ്രേഡ് ചെയ്യാനും കൂടിയാണ്. ഇജാതി താളി. മാത്യുവിൻ്റെ പടം കണ്ടാൽ വെള്ളം പോകുന്ന കോക്ക്. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? 1K ലൈക്കോ? അത് താഴെ റിപ്ലൈ നോക്കട്ടെ. മാത്യു പീക്ക് പെർഫോമൻസ്. അതെ വന്നല്ല ബ്രോമൻസ് റിവ്യൂ 5 സ്റ്റാർ കൊടുത്ത മുന്നേഷ കുമാർ.
ക്യാഷ് നോട്ട് ക്രെഡിറ്റഡ്, നെഗറ്റീവ് റിവ്യൂ പോസ്റ്റഡ്. ഞാൻ കണ്ട പടമല്ല കമന്റ് ബോക്സിൽ ഉള്ളവർ കണ്ടേ എന്ന് തോന്നുന്നു. അണ്ണൻ പിന്നെ ബ്രോമാൻസ് എല്ലാം ഇഷ്ടം. അയ്യോ പൂരത്തെറി വിളി ചുമ്മാലട നാട്ടുകാരെ മൊത്തം നിന്നെ തെറി വിളിക്കുന്നത്. നിന്നെ ഇത്ര എടുത്തിട്ട് ഊക്കുന്നതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. കാരണം നിനക്ക് ചൊറിയല്ലേ, നിനക്ക് വിജയ് രക്ഷകനായ നിനക്ക് കടിക്കുമല്ലേ, നിന്റെ ചൊറിച്ചിൽ മാറ്റിത്തരാം. എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചൊറിച്ചിൽ അങ്ങോട്ട് മാറും. അവന് നല്ലോണം ചൊറിയുന്നുണ്ട്. ഇവന് ഇമാതിരി ചൊറിയാനായിട്ട് എന്താ വിജയ് CM ആയല്ലോ, അവന് ചൊറിയും. ഇവനെ പോലെയുള്ള കുറെ കീടങ്ങളുണ്ട്, ഇവനൊക്കെ ചൊറിയുന്നതിൽ ഒരു തെറ്റില്ല. വിജയ് രക്ഷകൻ പടമെന്ന് അങ്ങനെ രക്ഷകൻ പടം എടുക്കുന്നുണ്ടെങ്കിൽ അമ്മാതിരി സീനാണ്. തിയേറ്റർ പൂരപ്പറമ്പാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദളപതി വിജയ്. 5ാം ക്ലാസ്സിലൂടെ തുടങ്ങിയ ഫാൻ ബേസാ. നീ പറഞ്ഞാൽ ഞാൻ ചൊറിയുന്നില്ല കേട്ടോ. നീ എന്നല്ല ഏത് കോപ്പലാവും എന്ന് പറഞ്ഞിട്ട് വിജയായിട്ട് ചൊറിഞ്ഞാലും ഞാൻ ചൊറിയും. കാരണം ഒരു സമയത്തൊക്കെ ഉത്സവമായിരുന്നടാ. അങ്ങനെ സിനിമ നിർത്തി പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അപ്പുറത്ത് പോയിട്ട് നാടിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ സന്തോഷം. പക്ഷേ ഇനി തിയേറ്റർ പൂരപ്പറമ്പാക്കാനായിട്ട് ഒരു അവസരമില്ലാതെ ആകുന്നു. ഇനി ജനനായകന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. അത് തിയേറ്ററിൽ പോയിട്ട് അവസാനമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം. എന്നാലും 2 വർഷത്തിലൊരിക്കലെങ്കിലും അണ്ണനൊരു പടം ഇറക്കി തന്നിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, ഓക്കെ. പക്ഷെ നിന്നെപ്പോലുള്ള മൊണ്ണകൾ വന്നിട്ട് പണ്ട് പോലെ പറയുന്നത് അണ്ണൻ രക്ഷകൻ, എല്ലാത്തിലും ഒരേ ഹെയർ സ്റ്റൈലോ, എല്ലാത്തിലും ഒരേ ലുക്ക്, പിന്നെ തല വെട്ടി മാറ്റി വയ്ക്കുമോ നീക്കെന്ത് കിഴങ്ങടാ. അങ്ങനെ കുറേ മൊണ്ണങ്ങളുണ്ട്. അങ്ങേര് ഇറക്കുന്ന ഒരു പടം പോട്ട്, അങ്ങേര് ഇറക്കുന്ന ഒരു പാട്ട്, നിനക്ക് എന്തെങ്കിലും അഭിനയിക്കാനുള്ള കഴിവുണ്ടാണ്. കലാപരമായിട്ട് നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാണ്. നാറ് ചുമ്മാ കയറി ഇരുന്നിട്ട് കൊണയടിക്കുന്നതല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാണ്. കഴിവില്ലാത്ത കഴിവേറിയായിട്ടാണ് മറ്റുള്ളവരെ കൊണയടിക്കുന്നത്. നിൻ്റെയൊക്കെ കൊണച്ച് റിവ്യൂ കാണുന്ന ആൾക്കാർ ആദ്യം മടൽ വെട്ടിയടിക്കണം. പക്ഷേ ഇപ്പോൾ ആൾക്കാർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിൻ്റെയൊക്കെ ഊള റിവ്യൂ കണ്ടിട്ട് എടുത്തിട്ട് പൊങ്കാലിടുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അതിൽ ലജ്ജിക്കുന്നു. കാരണം നിന്നെപ്പോലുള്ളവന്മാരെ ഊള റിവ്യൂ കണ്ടിട്ട് ഒരു പടത്തിനും പോകാതിരിക്കുക. നീയൊക്കെ കൊള്ളാമെന്ന് പറയുന്നത് കൊള്ളൂലായിരിക്കും, നീയൊക്കെ കൊള്ളൂലെന്ന് പറയുന്നത് കൊള്ളായിരിക്കും. അതാണ് അവസ്ഥ. നിനക്കെന്തായാലും മാത്യുവിൻ്റെ ബ്രോമാൻസ് പോലത്തെ പടമല്ലേ, ഹൈ റേഞ്ച് പടം, അതൊക്കെ കണ്ട് നീയൊക്കെ അവിടെ കുനിഞ്ഞ് പോയിരി എവിടെയെങ്കിലും. കൂടുതലൊന്നും പറയാല്ല. ചുമ്മാ അല്ല നാട്ടുകാർ നിന്നെയൊക്കെ പെയ്ഡ് റിവ്യൂ പൈസ വാങ്ങിയിട്ട് നക്കിയിട്ടാണ് നീയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. നിൻ്റെയൊക്കെ ഇമ്മാതിരി കുണച്ച വർത്തമാനം കാണണം. ബൈ, കൂടുതലൊന്നും പറയാനില്ല.